നമസ്തേ കുട്ടികളെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇനി രണ്ടാമത്തെ ക്ലാസ്സാണല്ലേ നമുക്കുള്ള. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠമായിട്ടുള്ള ഛട്പട് ഓർ നട്കട് എന്ന് പറയുന്ന പാഠത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, ബാക്കി നോക്കാം. ഛട്പട് ചുഞ്ചിലാത്ത പർ കുച്ച് ന കഹ പാത്ത. നമ്മുടെ ഛട്പട് വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞല്ലേ, ഭയങ്കര ടെൻസ്ഡായിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ അനിയൻ എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എന്താണ്, അവൻ കുഞ്ഞല്ലേ, അല്ലെങ്കിൽ അനിയനല്ലേ, അപ്പോൾ മൂത്ത കുട്ടികൾ തന്നെയാണ് അനിയനെ നോക്കേണ്ടത്, അല്ലെങ്കിൽ അവനെ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവനെ കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഛട്പട് ചുഞ്ചുലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്ന അവസ്ഥയാണ് കേട്ടോ. അവന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. പർ കുച്ച് ന കഹ പാത്ത. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല കേട്ടോ. ബെഡാത്ത, എന്തായാലും മൂത്ത ആളല്ലേ, ചോട്ടേക്ക് ധ്യാൻ തോ ഉസെ രഗ്നാഹിത. ഇളയാളിനെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവന് തന്നെയായിരുന്നു. ലേക്കിൻ ഉസെ ലഗ്താക്കി നട്കട് കുച്ച് ജ്യാദാ ഹി നട്കട് ഹേ. അപ്പോൾ അവന് തോന്നാറുണ്ട് ഈ നട്കട് എന്ന് പറയുന്നത് കുറച്ചധികം നട്കട്ടാണ്. ഇവിടെ ഈ രണ്ടാമത്തെ നട്കട്ട് വികൃതി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇളയവനായ ഈ നട്കട്ട് കുറച്ചധികം വികൃതിയാണെന്ന് അവന് തോന്നി. രാസ്ത ചലത്തെ രുക്കർ പോക്കർ കെ പാനി കെ അന്തർ കി മछलियाँ और पानी के ऊपर की बेदकें देखने लगता है. അപ്പോൾ രാസ്ത ചലത്തെ രുക്കർ, അപ്പോൾ വഴിയിലൂടെ ഈ നടന്നു പോകുന്ന സമയത്ത് നമ്മളുടെ ഇളയ ആളായിട്ടുള്ള നട്കട്ട് എന്ത് ചെയ്യും, രുക്കർ അവിടെ നിന്നിട്ട് പോക്കർക്കെ പാനിക്ക് അന്തർ, ആ കുളത്തിനകത്തുള്ള മछलियाँ മീനുകളെയും പാനിക്ക് ഊപ്പർക്ക് ബെദക്കെ ദേക്കിനെ ലഗ്താഹേ, ഈ വെള്ളത്തിന് മുകളിലൂടെ പോകുന്ന താറാവിനെയൊക്കെ അവൻ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഇവിടെ തിരിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യും, കുളത്തിൻ്റെ അകത്തുള്ള മീനുകളെയും അതിന് മുകളിലൂടെ പോകുന്ന താറാവിനെയൊക്കെ നോക്കി അവൻ അവിടെ നിൽക്കാറുണ്ട്. ബർഗദക്ക് ഊപ്പർ സെ നീച്ചെ ആത്തി ജഡം പകടുക്കർ ചൂളിനെ ലഗ്താഹി. അത് മാത്രമല്ല, ആ ബർഗദ ഉണ്ടല്ലോ, ആ വടവൃക്ഷം, നമ്മുടെ ആല്, അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വേരുകൾ വരാറുണ്ട്. ആ വേരുകൾ എന്ത് ചെയ്യാറുണ്ട്, അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ആൽമരത്തിനൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് അതിൻ്റെ വേരുകൾ വരാറുണ്ട്. അപ്പോൾ ആ വേരിൽ പിടിച്ച് എന്ത് ചെയ്യും, ചൂളിനെ ലഗ്താഹി, അവൻ ആടിക്കൊണ്ട് നിൽക്കാറുണ്ട്. ഖേത്തുമേം കുസ്കർ, അത് മാത്രമല്ല, ആ വയലിലേക്ക്, സ്കൂളിൽ പോകുന്ന വഴിക്കൊരു വയലുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ ഇറങ്ങിയിട്ട് ഖാനയ്ക്ക് കോയി ചീസ് കോച്ചിനെ ലഗത്താഹേ, തിന്നാനായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ കിട്ടുമെന്ന് അവൻ അന്വേഷിക്കാറുണ്ട്. അതുമാത്രമല്ല, ബാഗസെ ഗുസർത്തെ പർ, ആ തോട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ആം യാ അമ്രൂദ് തോടനെ ലഗ്താഹേ, അവിടെ നിന്നുള്ള മാങ്ങയോ പേരയ്ക്കയൊക്കെ അവൻ പൊട്ടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ തോട്ടത്തിൽ ഇതെല്ലാം പോകുന്ന വഴിക്കാണ്, ഒന്നാമത് പതിയാണ് അവൻ പോകുന്നത്. അടുത്ത കാര്യം, അവിടെ ഇവിടെയൊക്കെ തങ്ങി നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നാലേക്കോ ഇധർ സെ ഉധർ ഛലാങ്ക് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹേ. അത് മാത്രമല്ല, പോണ വഴിക്കൊരു തോടുണ്ടെന്ന് പറഞ്ഞല്ലേ, ആ തോടുന്ന് ഉധർ സെ ഇധർ, അവിടെ നിന്ന് ഇവിടേക്ക്, ഇവിടെ നിന്ന് അവിടേക്ക്, ഛലാങ്ക് ലഗാക്കർ, ഇങ്ങനെ ചാടിയിട്ട് എന്ത് ചെയ്യും, പാർ കർനേക്ക ഖേൽ ഖേൽനെ ലഗ്താ. അത് മുറിച്ച് കിടക്കുന്നത് ഒരു കളിയിലൂടെയാണ് കേട്ടോ. ഇവിടുന്ന് അവിടെ ചാടി, അവിടെ നിന്ന് ഇവിടെ ചാടി, ഇങ്ങനെ കുതിച്ച് ചാടി അങ്ങനെയൊക്കെയാണ് പോവാറ് ഇളയ നമ്മുടെ നട്കട്ട്. नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टिककर नीचे बहती नदी को निहारने लगता है. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നദിക്ക് ഒരു പാലം ഉണ്ടല്ലോ, ആ പാലത്തിലൂടെ പെട്ടെന്ന് പാർ കറണം, അവിടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്താൻ പറ്റും. അങ്ങനെ ചെയ്യാണ്ട് എന്ത് ചെയ്യും, ഉസ്കി മുണ്ടേർ എന്ന് വെച്ചാൽ പാലത്തിൻ്റെ ആ കൈവരിയാണ് കേട്ടോ, അവിടെ എന്ത് ചെയ്യും, ടിക്കർ നീച്ചെ ബഹുത്തി നദിക്കോ ഡിഹാറിനയിലേക്ക്, അവിടെ നിന്നിട്ട് ആ കൈവരിയിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ആ നദിയിലേക്ക് നോക്കി നിൽക്കാറുണ്ട് അവൻ. ഏക്ക് ദിൻ തോ നട്കട്ടിനെ ഹദ്ക്കി കർദി. അപ്പോൾ ഒരു ദിവസം നട്കട്ട് എന്ത് ചെയ്യും, ഹദ് എന്ന് വെച്ചാൽ അതിരാണ് കേട്ടോ, അതിര് വിട്ടൊരു കാര്യം ചെയ്തു. ദോനോ ഭായി സ്കൂൾ സെ ലൗട്ട് രഹേത്തെ, രണ്ട് സഹോദരങ്ങളും സ്കൂളിൽ നിന്ന് തിരികെ വരികയായിരുന്നു. നദിക പുൽ ആയ, അപ്പോൾ നദിയുടെ ആ പാലം എത്തി. തോ നട്കട്ട് പുൽ പർ ചढ़ने के बजाय നീച്ചെ ഉതർ ഗയ. അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ എത്തി,
നട്ട്കട്ട് എന്ത് ചെയ്തു? പുൽപ്പർ ചടനേക്ക് ബജായി, ആ പാലത്തിൽ കയറുന്നതിന് പകരം എന്ത് ചെയ്തു? നീച്ചെ ഉതർഗയ, താഴേക്ക് ഇറങ്ങിയിട്ടോ നദിക്ക് കിനാരെ ജാ പഹുഞ്ച, എന്നിട്ട് നടന്ന് നദിയുടെ അടുത്തേക്ക് എത്തി. ബസ്തേ മേ പഹലെ സെ ബനാക്കർ രഖി ഹുയി കാഗസ് കി ദോ നാവോ നികാലി. അത് മാത്രമല്ല, ബസ്തേ എന്ന് വെച്ചാൽ സ്കൂൾ ബാഗാണ് കേട്ടോ. അവൻ്റെ ബാഗിൽ പഹലേസെ ബനാക്കർ രഹി, മുന്നേ തന്നെ അവൻ ഉണ്ടാക്കി വെച്ചിരുന്ന കാഗസ് കി ദോ നാവേം, പേപ്പർ കൊണ്ടുള്ള 2 വള്ളങ്ങൾ അവൻ എന്തെടുത്തു? നികാലിയും, പുറത്തേക്ക് എടുത്തു. ഏക്ക് കർക്കെ ബഹത്തെ പാനീമേം ചോട്ടി, എന്നിട്ട് ഓരോന്നായിട്ട് എന്ത് ചെയ്തു? ആ ഒഴുകുന്ന വെള്ളത്തിൽ, അതായത് നദിയിലെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് അവൻ ഇട്ട് കൊടുത്തു. നാവേം ബഹുചലി, അപ്പോൾ വള്ളം എന്ത് ചെയ്തു? പേപ്പർ വള്ളം ഇങ്ങനെ ഒഴുകി പൊക്കൊണ്ടേയിരുന്നു. തോ നട്ട്കട്ട് കുഷ് ഹോക്കർ താലി ബജാനയിലേക്ക്, അപ്പം അത് കണ്ടപ്പോൾ നട്ട്കട്ടിന് ഭയങ്കര സന്തോഷമായി. അവൻ കൈയടിച്ച് സന്തോഷത്തോടെ ചിരിക്കുകയാണ് കേട്ടോ, ചിരിക്കാനായിട്ട് തുടങ്ങി. ഉദർ പുൽപ്പർ പഹുഞ്ചു ചുക്കെ ഝട്പട്ടിനെ പീച്ചെ മുട്കർ ദേക്ക, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഝട്പട്ട് ഇത്തിരി വേഗത്തിലാണ് പോകുന്നത്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഝട്പട്ട് പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടോ. തോ നട്ട്കട്ട് നഹിന്ദിക്ക, അപ്പോഴുണ്ട് ആരെ കാണുന്നില്ല? നമ്മുടെ നട്ട്കട്ടിനെ കാണുന്നില്ല. ഝട്പട്ട് ഖബരാ ഗയ, ഝട്പട്ട് പേടിച്ചു പോയിട്ടോ. നട്ട്കട്ട് കഹാ ഗയ, ഈ നട്ട്കട്ട് എവിടെ പോയി? താലി ബജനേക്ക് ആവാസ് സുൻകർ നീച്ചേ ദേക്കാം, അപ്പോൾ ഈ കൈയടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് എന്ത് ചെയ്തു? അവൻ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി. തോ നട്ട്കട്ട് നീച്ചെ നദിക്ക് കിനാരെ കടാത്ത, നോക്കിയപ്പോഴുണ്ട് നട്ട്കട്ട് താഴെ നദിയുടെ സമീപത്തായിട്ട് നിൽക്കുന്നുണ്ട്. ജട്പട്ട് കോ ഉസ് പർ ബഡാ ഗുസ്സായ, ഈ പാലത്തിൽ കയറി വരാതെ പാലത്തിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി നദിയുടെ അടുത്ത് നിന്ന് കൈകൊട്ടി ചിരിക്കുന്ന ആ നട്ട്കട്ടിനെ കണ്ടപ്പോൾ ജട്പട്ടിന് ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ. ജോർസെ ചില്ലാക്കർ പോലെ അവിടെ നിന്ന് അലറി വിളിച്ചിട്ട് നമ്മുടെ ഝട്പട്ട് ചോദിച്ചു, അരേ ചോട്ടെ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ, ആ അനിയ നീ അവിടെ എന്താണ് ആ താഴെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കേട്ടോ. നട്ട്കട്ടിനെ ചൗങ്കുക്കർ ഊപ്പർ ദേക്ക, ഈ ദേഷ്യത്തോടെയുള്ള ഈ അലറി വിളിച്ച ശബ്ദം കേട്ടിട്ട് നട്ട്കട്ട് പേടിച്ച് മുകളിലേക്ക് നോക്കി. ഓർ നദി കിനാരെ രേഖ അപ്പന ബസ്ത ഉടാനെ കേലി ചുക്ക, എന്നിട്ട് നദിയുടെ സമീപത്ത് അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവൻ്റെ ബാഗൊക്കെ ഊരി വെച്ചിട്ടാണല്ലോ അതിൽ നിന്ന് 2 പേപ്പർ വെള്ളം എടുത്ത് ഒഴുക്കിയത്. അപ്പോൾ ആ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ചുക്ക കുനിഞ്ഞു. അചാനക് ഉസ്കാ പാവ് ഫിസല, പെട്ടെന്ന് തന്നെ നമ്മുടെ നട്ട്കട്ടിൻ്റെ കാലെന്ത് ചെയ്തു? ഫിസല.